ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സയൻസിൽ നിന്നുള്ള കെമിസ്ട്രി ഭാഗത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവുമാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായി ഇടുക. അതുപോലെ ചാനൽ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ടെലഗ്രാമിൽ ഒരു PSC പ്രസം ഒഫീഷ്യൽ എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PDF നോട്ടുകളെല്ലാം ഈ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും PSC പ്രസം എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ഡെയിലി ക്വിസ് എല്ലാം അതിൽ ഉണ്ടായിരിക്കും. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ നമ്മുടെ PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്നതാണ് കെമിസ്ട്രിയിലെ 3ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ലോഹങ്ങൾ തന്നിട്ടുണ്ട്. ഈ ലോഹങ്ങൾക്ക് ജലവുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം, തണുത്ത ജലത്തിൽ എങ്ങനെയാണ്, ചൂടുള്ള ജലത്തിൽ എങ്ങനെയാണ് ലോഹങ്ങൾ പ്രവർത്തിക്കുന്നത്, അതാണ് നമ്മളിവിടെ ആദ്യം പറയുന്നത്. മഗ്നീഷ്യം തണുത്ത ജലത്തിൽ സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ മഗ്നീഷ്യം തണുത്ത ജലത്തിലാണെങ്കിൽ എന്താണ്? സാവധാനം പ്രവർത്തിക്കുന്നു. ചൂടുള്ള ജലത്തിൽ താരതമ്യേന വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ മഗ്നീഷ്യമാണ് നമ്മൾ പറഞ്ഞത്. മഗ്നീഷ്യം തണുത്ത ജലത്തിൽ എങ്ങനെയാണ്? സാവധാനത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ചൂടുള്ള ജലത്തിലാണെങ്കിൽ എന്താണ്? വേഗത്തിൽ പ്രവർത്തിക്കുന്നു. കോപ്പർ തണുത്ത ജലത്തിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കോപ്പർ എടുക്കുകയാണെങ്കിൽ കോപ്പർ തണുത്ത ജലത്തിൽ എന്തില്ല? പ്രവർത്തിക്കുന്നില്ല. അതുപോലെ കോപ്പർ ചൂടുള്ള ജലത്തിലും എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി സോഡിയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോഡിയം തണുത്ത ജലത്തിൽ തീവ്രമായി എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അപ്പോൾ സോഡിയം തണുത്ത ജലത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സോഡിയം തണുത്ത ജലത്തിൽ തീവ്രമായി പ്രവർത്തിക്കുന്നു. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ നമുക്കറിയാം സമോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അതുപോലെ സോഡിയം ജലവുമായി പ്രവർത്തിക്കുന്നതിൻ്റെ രാസസമവാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സോഡിയം ജലവുമായി പ്രവർത്തിക്കുന്നതിൻ്റെ രാസസമവാക്യം എങ്ങനെയാണ്? ഇവിടെ 2Na + 2H2O. അപ്പോൾ ഇത് പ്രവർത്തിച്ച് നമുക്ക് എന്ത് കിട്ടുന്നു? 2NaOH + H2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? സോഡിയവും ജലവും എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ജലവുമാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ലോഹങ്ങളുടെ വായുവുമായുള്ള പ്രവർത്തനമാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. പുതുതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കമുണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് ലോഹദ്യുതി. അപ്പോൾ നമ്മൾ പുതുതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് നല്ല തിളക്കമുണ്ടായിരിക്കും. ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ലോഹദ്യുതി എന്നാണ് പറയുന്നത്. സോഡിയത്തിൻ്റെ മുറിക്കപ്പെട്ട കഷ്ണത്തിൻ്റെ തിളക്കം കുറഞ്ഞു വരുന്നതിന് കാരണം എന്താണ്? അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, അതുപോലെ ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ സോഡിയവുമായി പ്രവർത്തിച്ച് അതിൻ്റെ സംയുക്തങ്ങളായി മാറുന്നത് കൊണ്ടാണ് മുറിക്കപ്പെട്ട സോഡിയത്തിൻ്റെ കഷ്ണത്തിന് എന്ത് കുറയുന്നത്? തിളക്കം കുറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് കാരണം? അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, അതുപോലെ ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ആരുമായി പ്രവർത്തിക്കുന്നു? സോഡിയവുമായി പ്രവർത്തിച്ച് അതിൻ്റെ സംയുക്തങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ് മുറിച്ചു വെച്ച സോഡിയം കഷ്ണത്തിന് എന്ത് കുറയുന്നത്? തിളക്കം കുറയുന്നത്. പുതിയ മഗ്നീഷ്യം റിബൺ കുറേ ദിവസം വായുവിൽ തുറന്നു വച്ചിരുന്നാൽ തിളക്കം നഷ്ടപ്പെടുന്നതിന് കാരണമെന്ത്? അപ്പോൾ പുതിയ മഗ്നീഷ്യം റിബൺ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ദിവസം വായുവിൽ ഇങ്ങനെ തുറന്നു വയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ എന്താണ്? തിളക്കം നഷ്ടപ്പെടുന്നു. അതിനുള്ള കാരണം
അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനമാണ്. മഗ്നീഷ്യം വായുവുമായി പ്രവർത്തിക്കുമ്പോൾ ഉള്ള സമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. മഗ്നീഷ്യം വായുവുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ, മഗ്നീഷ്യവും ആരുമായിട്ട് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നു. മഗ്നീഷ്യം ഓക്സൈഡ് 2MgO മഗ്നീഷ്യം ഓക്സൈഡാണ് കിട്ടുന്നത്. ചെമ്പ് പാത്രങ്ങളുടെ തിളക്കം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? അത് ക്ലാവ് പിടിക്കുന്നത് കൊണ്ടാണ് ചെമ്പ് പാത്രങ്ങൾക്ക് തിളക്കം നഷ്ടപ്പെടുന്നത്. മഗ്നീഷ്യം, കോപ്പർ, സ്വർണം, സോഡിയം, അലൂമിനിയം എന്നിവയിൽ വായുവുമായി പ്രവർത്തിച്ച് തിളക്കം നഷ്ടപ്പെടുന്നതിൻ്റെ അവരോഹണ ക്രമമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യം, അതുപോലെ കോപ്പർ, സ്വർണം, സോഡിയം, അലൂമിനിയം എന്നിവയിൽ വായുവുമായി പ്രവർത്തിച്ച് തിളക്കം നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു അവരോഹണ ക്രമം. അപ്പോൾ സോഡിയം അതുപോലെ മഗ്നീഷ്യം, അലൂമിനിയം, കോപ്പർ, സ്വർണം ഇങ്ങനെയാണ് ഇവയിൽ എന്താണ് വായുവുമായി പ്രവർത്തിച്ച് തിളക്കം നഷ്ടപ്പെടുന്നതിൻ്റെ അവരോഹണ ക്രമമെന്ന് പറയുന്നത്. അപ്പോൾ അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലെങ്കിൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വായുവുമായി പ്രവർത്തിക്കുന്നത് ഏതാണ്? സോഡിയമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വായുവുമായി പ്രവർത്തിക്കുന്നത് സോഡിയം, രണ്ടാമത് മഗ്നീഷ്യം, മൂന്നാമത് അലൂമിനിയം, നാലാമത് ഏതാണ്? കോപ്പർ, അഞ്ചാമതാണ് സ്വർണം. അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് വായുവുമായി പ്രവർത്തിച്ച് ഈ ഓരോ ലോഹങ്ങളുടെയും തിളക്കം നഷ്ടപ്പെടുന്നത്. അടുത്ത് ആസിഡുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആസിഡുമായി ലോഹങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ലോഹങ്ങൾ നേർപ്പിച്ച HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ലോഹങ്ങൾ HClലുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് വാതകം ഉണ്ടാകും? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അതുപോലെ ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശ്രേണി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിച്ച ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തന ശ്രേണി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ക്രിയാശീല ശ്രേണി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോഹങ്ങളുടെ അതിൻ്റെ എന്താണ് ഈ ലോഹങ്ങളുടെ രാസപ്രവർത്തന ശ്രേണി കുറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ ക്രിയാശീല ശ്രേണിയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞ രീതിയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ലോഹങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ലോഹങ്ങളും ക്രിയാശീല ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ലോഹം ഏതാണ്, ഏറ്റവും താഴ്ന്ന സ്ഥാനത്തുള്ള ലോഹം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അതുപോലെ അയൺ, പിന്നെ ഏതാണ് അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയാശീല ശ്രേണി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കുള്ള ആ ഒരു ക്രമമാണ് ഇവിടെ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ക്രിയാശീല ശ്രേണിയുള്ള ലോഹമെന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ പൊട്ടാസ്യമാണ്. പിന്നെ സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ് ഇങ്ങനെയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. അതായത് ക്രിയാശീലം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന ആ ഒരു രീതി. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞ മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച്
ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. അപ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം മുതലായ ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ആരെ ആദേശം ചെയ്യുന്നു? ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. അപ്പോൾ ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ്? കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നിവ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ആരെ ആദേശം ചെയ്യുന്നില്ല? ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ക്രിയാശീല ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇവിടെ മാഗ്നീഷ്യം, അതുപോലെ ലെഡ്, സിങ്ക്, അയൺ, കോപ്പർ. അപ്പോൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യം, ലെഡ്, സിങ്ക്, അയൺ, കോപ്പർ എന്നീ ലോഹങ്ങൾ രാസപ്രവർത്തന വേഗം കുറഞ്ഞു വരുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ രാസപ്രവർത്തന വേഗം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് നമുക്ക് ക്രമീകരിക്കാം. അപ്പോൾ രാസപ്രവർത്തന വേഗം ഇവയിൽ ഏറ്റവും കൂടിയത് മഗ്നീഷ്യമാണ്, രണ്ടാമത് സിങ്ക്, മൂന്നാമത് അയണ്, നാലാമത് ഏതാണ്? ലെഡാണ്, അഞ്ചാമത് കോപ്പറാണ്. അപ്പോൾ ഇതാണ് രാസപ്രവർത്തന വേഗം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനങ്ങളുമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ സിങ്ക് ദണ്ട് ഇറക്കി വയ്ക്കുമ്പോൾ സിങ്ക് ദണ്ടിന് വരുന്ന മാറ്റം എന്താണ്? അപ്പം നമ്മൾ കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തു. ആ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ സിങ്ക് ദണ്ട് ഇറക്കി വയ്ക്കുന്നു. അങ്ങനെ സിങ്ക് ദണ്ട് ഇറക്കി വയ്ക്കുമ്പോൾ സിങ്ക് ദണ്ടിന് വരുന്ന മാറ്റം എന്താണ്? സിങ്ക് ദണ്ടിൻ്റെ നിറം ചുവപ്പായി മാറുന്നു. അപ്പോൾ അതാണ് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ സിങ്ക് ദണ്ട് ഇറക്കി വെച്ചാൽ സിങ്ക് ദണ്ടിനുണ്ടാകുന്ന മാറ്റം എന്താണ്? സിങ്ക് ദണ്ടിൻ്റെ നിറം എന്തായി മാറും? ചുവപ്പായി മാറുന്നു. സിങ്ക് ദണ്ടിൻ്റെ നിറം ചുവപ്പായി മാറുന്നതിന് കാരണം എന്താണ്? അപ്പോൾ അതിനുള്ള കാരണം കോപ്പർ ആറ്റങ്ങളായി സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നത് കൊണ്ടാണ് സിങ്ക് ദണ്ടിന് എന്ത് നിറമായി മാറുന്നത്? ചുവപ്പ് നിറമായി മാറുന്നത്. അപ്പോൾ നമ്മൾ സിങ്ക് ദണ്ടിനെ കോപ്പർ സൾഫേറ്റ് ലായനിയിലോട്ട് മുക്കി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കോപ്പർ എന്ത് ചെയ്യുന്നു? ആറ്റങ്ങളായിട്ട് സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നു. ഇത് സിങ്ക് ദണ്ട് ചുവപ്പ് നിറമാകുന്നതിന് കാരണമാകുന്നു. അടുത്ത നമ്മൾ പറയുന്നത് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം എന്താണ്? അപ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം എന്താണ്? നീല നിറമാണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം എന്താണ്? കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം Cu2+ അയോണുകളാണ്. അപ്പോൾ കോപ്പർ 2+ അയോണുകൾ കാരണമാണ് എന്ത് ചെയ്യുന്നത്? കോപ്പർ സൾഫേറ്റ് ലായനിക്ക് നീല നിറമുണ്ടാകുന്നത്. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം മങ്ങുന്നതിനുള്ള കാരണം എന്താണ്? അപ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ മങ്ങുന്നതിന് കാരണം എന്താണ്? Cu2+ അയോണുകളെ നിറമില്ലാത്ത സിങ്ക് അയോണുകൾ ആദേശം ചെയ്യുന്നു. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം മങ്ങുന്നതിനുള്ള കാരണം എന്താണ്? Cu2+ അയോണുകളെ നിറമില്ലാത്ത സിങ്ക് അയോണുകൾ എന്ത് ചെയ്യുന്നു? ആദേശം ചെയ്യുന്നത് കൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം മങ്ങുന്നത്. അടുത്ത നമ്മൾ സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന രാസസമവാക്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സിങ്ക് പ്ലസ് CuSO4 കോപ്പർ സൾഫേറ്റ് ലായനി, ഇത് രണ്ടും കൂടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സിങ്ക് സൾഫേറ്റും ഒപ്പം എന്തും കൂടി കിട്ടുന്നു? നമുക്ക് കോപ്പറും കൂടി കിട്ടുന്നു. SO4ഉം ഇവിടെ എന്തും കിട്ടുന്നു? അത് കോപ്പറും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സിങ്കും കോപ്പർ സൾഫേറ്റും കൂടി ചേരുമ്പോൾ കിട്ടുന്നത് എന്താണ്? സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ZnSO4 + Cu എന്നതാണ് സിങ്കും കോപ്പർ സൾഫേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസസമവാക്യം. ഏതാണ്? സിങ്ക് സൾഫേറ്റ് പ്ലസ് Cu. അടുത്ത്
അപ്പോൾ ഇവിടെ നമുക്ക് പറയാം കോപ്പർ എന്ത് ചെയ്തു? കോപ്പർ ആദേശം ചെയ്യപ്പെട്ടു. കോപ്പർ എന്ത് ചെയ്തു? ആദേശം ചെയ്യപ്പെട്ടു. അതിനുള്ള കാരണം എന്താണ്? സിങ്കിന് കോപ്പറിനേക്കാൾ പ്രവർത്തനശേഷി കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ കോപ്പർ ആദേശം ചെയ്യപ്പെട്ടത്. അപ്പോൾ സിങ്കും കോപ്പർ സൾഫേറ്റും കൂടി ചേരുമ്പോൾ എന്തേന്? സിങ്കിനാണ് എന്ത് കൂടുതൽ? പ്രവർത്തനശേഷി കൂടുതൽ. ആരെക്കാളും പ്രവർത്തനശേഷി കൂടുതൽ? നമ്മുടെ കോപ്പറിനേക്കാളും സിങ്കിന് പ്രവർത്തനശേഷി കൂടുതലുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? സിങ്ക് ഇവിടെ ആദേശം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ സിങ്ക് എന്ത് ചെയ്യുന്നു? സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോണുകളായി മാറുന്ന പ്രവർത്തനം. അപ്പോൾ സിങ്ക് ഇപ്പോൾ ഇവിടെ സിങ്കാണ്, ഇത് സിങ്ക്, ഇവിടെ ഇലക്ട്രോൺ ഒന്നുമില്ല. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സിങ്ക് 2+ പ്ലസ് എങ്ങനെയായി മാറുന്നു? 2 ഇലക്ട്രോണായി മാറുന്ന ഈ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഓക്സീകരണം. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഓക്സീകരണമാണ് ഇവിടെ സിങ്കിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഇനി ഇതുപോലെ കോപ്പറിനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? കോപ്പർ Cu2+ വന്ന മാറ്റം. അപ്പോൾ കോപ്പർ ഇവിടെ എന്താണ്? Cu2+ ആണ്. അപ്പോൾ ഇതിന് വന്ന മാറ്റം എന്താണ്? ഈ Cu2+ എന്നത് എന്ത് ചെയ്യുന്നു? +2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? നേടിയിട്ട് ഇവിടെ Cu ആയി മാറുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോണുകളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് Cu2+ എന്ത് ചെയ്യുന്നു? 2e- Cu ആയി നടക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് നിരോക്സീകരണം. അപ്പോൾ സിങ്ക് ഇവിടെ എന്ത് ചെയ്യുന്നു? സിങ്ക് Zn2+ + 2e ആയി മാറുന്ന ആ ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? ഓക്സീകരണം. ഇവിടെ Cu2+ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? Cu2+ പ്ലസ് 2 ഇലക്ട്രോണുകൾ അത് ഏതായി മാറുന്നു? Cu ആയിട്ട് മാറുന്നു. ആ ഒരു അവിടെ നടക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് നിരോക്സീകരണം എന്ന് പറയുന്നത്. ഒരേ സമയം ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്ന പ്രവർത്തനമാണ് റിഡോക്സ് പ്രവർത്തനം. അപ്പോൾ റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമയം ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്നു. അപ്പോൾ ഒരേ സമയം ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്ന പ്രവർത്തനമാണ് റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. റിഡോക്സ് പ്രവർത്തനത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരേ സമയം ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്നു. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? സിൽവർ നൈട്രേറ്റ് ലായനി AgNO3 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സിൽവർ നൈട്രേറ്റ് ലായനിയാണ് AgNO3. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഈ ലായനിയിൽ സിൽവർ നൈട്രേറ്റ് ലായനിയിൽ ഒരു കോപ്പർ തകിട് ഇട്ട് വച്ചാൽ കോപ്പർ തകിട് എന്ത് ചെയ്യുന്നു? ഇട്ട് വയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കോപ്പറിന് മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്താണ്? സിൽവർ കോപ്പറിന് മുകളിൽ എന്ത് ചെയ്യുന്നു? പറ്റിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ലായനിയിൽ കോപ്പർ തകിടിട്ട് വച്ചാൽ അവിടെ എന്താണ് നടക്കുന്നത്? കോപ്പറിന് മുകളിൽ എന്ത് പറ്റിപ്പിടിച്ചിരിക്കും? സിൽവർ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? സിൽവർ നൈട്രേറ്റുമായി കോപ്പറിൻ്റെ രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ആ ഒരു രാസപ്രവർത്തനം എങ്ങനെയാണെന്ന് അതിൻ്റെ സമവാക്യം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2AgNO3 + Cu. അപ്പോൾ സിൽവർ നൈട്രേറ്റ് പ്ലസ് കോപ്പർ എന്ത് ചെയ്യുന്നു? പ്രവർത്തിച്ച് അവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? Cu കോപ്പർ നൈട്രേറ്റ് പ്ലസ് എന്ത് ഉണ്ടാകുന്നു? സിൽവറും ഉണ്ടാകുന്നു 2Ag. അങ്ങനെയാണ് ഇവിടുത്തെ രാസപ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ രാസസമവാക്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2AgNO3 + കോപ്പർ എന്ത് ചെയ്യുന്നു? Cu എന്താണ്? NO3 എന്താണ്? പ്ലസ് 2Ag ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ സിൽവർ സ്വതന്ത്രമാകുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ലായനിയുടെ നിറം നീലയാണ്.
അപ്പോൾ സിൽവർ നൈട്രേറ്റ് ലായനിയുടെ നിറം എന്താണ്? സിൽവർ നൈട്രേറ്റ് ലായനിയുടെ നിറം നീലയായതിന് കാരണം എന്താണ്? കാരണമായ അയൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ലായനിയുടെ നിറം നീലയാകുന്നതിന് കാരണം അയണാണ്. അത് Cu2+ അയൺ കാരണമാണ് എന്ത് ചെയ്യുന്നത്? സിൽവർ നൈട്രേറ്റ് ലായനിക്ക് നീല നിറം ലഭിക്കുന്നത്. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ലായനിയുടെ നിറം എന്താണ്? നീല നിറമാണ് സിൽവർ നൈട്രേറ്റ് ലായനിക്കുള്ളത്. Cu2+ അയണുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിൽവർ നൈട്രേറ്റ് ലായനിക്ക് എന്ത് നിറം നൽകുന്നത്? നീല നിറം നൽകുന്നത്. സിൽവർ നൈട്രേറ്റ് കോപ്പറുമായി പ്രവർത്തിക്കുമ്പോൾ ഓക്സീകരണം സംഭവിച്ച ലോഹം ഏത്? അപ്പോൾ നമ്മൾ പറഞ്ഞു സിൽവർ നൈട്രേറ്റ് എന്ത് ചെയ്യുന്നു? കോപ്പറുമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ സിൽവർ നൈട്രേറ്റ് എന്ത് ചെയ്യുന്നു? കോപ്പറുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്താണ്? ഓക്സീകരണം സംഭവിച്ച ലോഹം ഏതാണ്? ഏത് ലോഹത്തിനാണ് ഓക്സീകരണം സംഭവിച്ചത്? അവിടെ കോപ്പറിനാണ് ഓക്സീകരണം സംഭവിച്ചത്. അടുത്ത് നിരോക്സീകരണം സംഭവിച്ച ലോഹം ഏതാണ്? അവിടെ നിരോക്സീകരണം സംഭവിച്ചത് സിൽവറിനാണ്. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യുന്നു? കോപ്പർ നമ്മളെ സിൽവർ നൈട്രേറ്റ് കോപ്പറുമായി പ്രവർത്തിക്കുമ്പോൾ ഓക്സീകരണം സംഭവിച്ചത് കോപ്പറിനും നിരോക്സീകരണം സംഭവിച്ചത് ആർക്കുമാണ്? സിൽവറിനുമാണ്. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ആദേശ രാസപ്രവർത്തനങ്ങളാണ്. അപ്പോൾ എന്താണ് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ? ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹം എന്ത് ചെയ്യുന്നു? ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ഈ രാസപ്രവർത്തനത്തെ നമ്മൾ ആദേശ രാസപ്രവർത്തനം എന്നാണ് പറയുന്നത്. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് എന്താണ്? ലോഹ അയോണിന് എന്തും സംഭവിക്കുന്നു? നിരോക്സീകരണവും സംഭവിക്കുന്നു. നമ്മൾ പറഞ്ഞു ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് എന്തും സംഭവിക്കും? നിരോക്സീകരണവുമാണ് സംഭവിക്കുന്നത്. ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ത് പ്രവർത്തനങ്ങളാണ്? റിഡോക്സ് പ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ആദേശ രാസപ്രവർത്തനങ്ങൾ ഏത് പ്രവർത്തനമാണ്? റിഡോക്സ് പ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങളിൽ നടക്കുന്നത്. അതായത് റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമയം ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ആദേശ പ്രവർത്തനം നടക്കുന്നതും നടക്കാത്തവയുമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ആദേശ രാസപ്രവർത്തനം ഏതിലൊക്കെ നടക്കുന്നു? അതായത് ആദേശം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റിഡോക്സ് പ്രവർത്തനം ഏതിലൊക്കെ നടക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. മഗ്നീഷ്യം, അതുപോലെ കോപ്പർ സൾഫേറ്റ് ലായനി, ഇവയിൽ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. അപ്പോൾ മഗ്നീഷ്യവും കോപ്പർ സൾഫേറ്റ് ലായനിയും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. ഇനി സിൽവറും കോപ്പർ സൾഫേറ്റും തമ്മിൽ പ്രവർത്തിച്ചാൽ അവിടെ എന്തില്ല? ആദേശ രാസപ്രവർത്തനം ഇല്ല, അവിടെ ഇല്ല. ഇനി മഗ്നീഷ്യം സിങ്ക് സൾഫേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. ഇനി മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റുമായി പ്രവർത്തിച്ചാലും എന്ത് നടക്കുന്നു? അവിടെ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു. ഇനി കോപ്പർ മഗ്നീഷ്യം സൾഫേറ്റുമായി പ്രവർത്തിച്ചാൽ അവിടെ എന്ത് നടക്കുന്നില്ല? അവിടെ ആദേശ രാസപ്രവർത്തനം റിഡോക്സ് പ്രവർത്തനം എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. അപ്പോൾ ഇതാണ് ലോഹങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആദേശ രാസപ്രവർത്തനവും എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ്. ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗാൽവനിക് സെല്ല്. അപ്പോൾ എന്താണ് ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ? ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ത്? ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെല്ല്. അപ്പോൾ റിഡോക്സ് രാസപ്രവർത്തനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു?
രാസോർജം ആക്കുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഗാൽവനിക് സെൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വോൾട്ടായിക് സെല്ല്. അപ്പോൾ ഗാൽവനിക് സെല്ലിൻ്റെ മറ്റൊരു പേരെന്താണ്? വോൾട്ടായിക് സെൽ എന്നാണ് ഗാൽവനിക് സെല്ല് അറിയപ്പെടുന്നത്. സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ച സെല്ലിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവ് കൂടിയ ഇലക്ട്രോഡ് ഏതാണ്? അപ്പം നമുക്കറിയാം സിങ്കും കോപ്പറും തമ്മിൽ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഇവ തമ്മിൽ നിർമ്മിക്കുന്ന സെല്ലിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളത് ഏത് സെല്ലായിരിക്കും? സിങ്ക് സെല്ലായിരിക്കും. സിങ്കിനാണ് എന്ത് കൂടുതൽ? രാസപ്രവർത്തന ശേഷി കൂടുതലെന്ന് പറയുന്നത്. സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ച സെല്ലിൽ ഇലക്ട്രോണുകളെ നേടാൻ കഴിവുള്ള ഇലക്ട്രോഡ് കോപ്പറാണ്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? നേടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? നിരോക്സീകരണമാണ് നടക്കുന്നത്. വിട്ടുകൊടുത്താൽ അവിടെ ഓക്സീകരണമാണ് നടക്കുന്നത്. സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം നമുക്ക് നോക്കാം. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം, സിങ്ക് എന്ത് ചെയ്യുന്നു? സിങ്ക് 2+ ഇവിടെ എന്ത് ചെയ്യുന്നു? സിങ്ക് 2 ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സിങ്ക് 2+ + 2 ഇലക്ട്രോൺ ഇതിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? ഓക്സീകരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് എന്താവുന്നു? ഓക്സീകരണം ആകുന്നു. അപ്പോൾ സിങ്കിന് എന്ത് പ്രവർത്തനമാണ് സിങ്കിൽ നടക്കുന്നത്? അതാണ് ഓക്സീകരണം. ഇനി ഓക്സീകരണം പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡ്, ഏത് ഇലക്ട്രോഡിലാണ് ഓക്സീകരണം നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്നാണ് പറയുന്നത്. എന്താണ് ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ്? ഏതാണ്? ആനോഡ്. ആനോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്ത് ചാർജാണ്? ആനോഡിന് നെഗറ്റീവ് ചാർജാണുള്ളത്. കോപ്പർ ഇലക്ട്രോഡിലെ രാസപ്രവർത്തന സമവാക്യം. അപ്പം നമ്മൾ സിങ്കിലെ രാസപ്രവർത്തനം പറഞ്ഞു. അടുത്ത് കോപ്പർ ഇലക്ട്രോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? Cu2+ എന്ത് ചെയ്യുന്നു? +2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് എന്തായി മാറുന്നു? Cu ആയി മാറുന്നു. Cu2+ +2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുത്ത് Cu ആയി മാറുന്നു. അപ്പോൾ Cu2+ +2 ഇലക്ട്രോൺ Cuയിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? നിരോക്സീകരണമാണ്. അപ്പോൾ Cu2+ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് എന്താവുന്നു? Cu ആയി മാറുന്നു, കോപ്പറായി മാറുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? നിരോക്സീകരണമാണ്. അപ്പോൾ നിരോക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? ഏത് ഇലക്ട്രോഡിലാണ് നിരോക്സീകരണം നടക്കുന്നത്? കാഥോഡിലാണ് നിരോക്സീകരണം നടക്കുന്നത്. കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഓക്സീകരണം നടക്കുന്നത് ആനോഡിലാണ്. ആനോഡിന് ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. നിരോക്സീകരണം നടക്കുന്നത് കാഥോഡിലാണ്. കാഥോഡിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. അടുത്ത് നമ്മൾ പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, NH4Cl, അമോണിയം ക്ലോറൈഡ് ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ ജെല്ലിയിൽ കലർത്തിയ അർദ്ധഖര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച യു ആകൃതിയിലുള്ള ട്യൂബിന് പറയുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ സാൾട്ട് ബ്രിഡ്ജ് നമ്മൾ ഗാൽവാനിക് സെല്ലിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നുകിൽ അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ്, ഇതൊക്കെ നമ്മളിവിടെയാണ് മുക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഗാൽവാനിക് സെല്ലെന്ന് പറയുന്നത്, വോൾട്ടായിക് സെല്ല്. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? വോൾട്ട് മീറ്ററാണിത്. അവിടെ സോൾട്ട് ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ കോപ്പർ ദണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ സിങ്ക് ദണ്ട്, ഇവിടെ സിങ്ക് സൾഫേറ്റ് ലായനി, ഇവിടെ കോപ്പർ സൾഫേറ്റ് ലായനിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ പ്രവാഹ ദിശ എങ്ങനെയാണ്? ഇലക്ട്രോൺ ഇങ്ങോട്ട് ഇവിടെ നിന്ന് സിങ്ക് ദണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്രവഹിക്കുന്നതെങ്കിൽ ഇത് നെഗറ്റീവ്, ഇത് ആനോഡാണ്. നെഗറ്റീവ് ചാർജുള്ളത് ആനോഡ്, ഇത് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ എന്താണ്? കാഥോഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏതാണ്
വോൾട്ടായി സെൽ അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾട്ട് മീറ്ററിലാണ് എന്തുള്ളത്? സാൾട്ട് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ സാൾട്ട് ബ്രിഡ്ജ് എന്താണ്? നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, അതുപോലെ അമോണിയം ക്ലോറൈഡ് എന്നിവയിൽ ഏതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലിയിൽ കലർത്തിയ അർദ്ധകരക രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച യു ആകൃതിയിലുള്ള ഒരു ട്യൂബാണ് എന്തെന്ന് പറയുന്നത്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കുകയും സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുകയും ചെയ്യുന്നത് സാൾട്ട് ബ്രിഡ്ജാണ്. അപ്പോൾ സാൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നു? അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കുകയും സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുകയും ചെയ്യുന്നത് ഏതിലൂടെയാണ്? സാൾട്ട് ബ്രിഡ്ജിലൂടെയാണ്. റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്നത് കാരണം സംഭവിക്കുന്നത് എന്താണ്? റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്നത് കാരണം സെല്ലിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അപ്പോൾ റിഡോക്സ് പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഓക്സീകരണവും നിരോക്സീകരണവും നടക്കുന്നത് എവിടെയാണ്? റിഡോക്സ് പ്രവർത്തനത്തിലാണ്. ഈ സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? ഈ സെല്ലിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഇനി ഇലക്ട്രോൺ പ്രവാഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗാൽവനിക് സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹ ദിശ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗാൽവനിക് സെല്ല് തന്നിട്ടുണ്ട്. ഈ ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോൺ പ്രവാഹ ദിശ എങ്ങനെയാണ്? ഇവിടെ ആനോഡിൽ നിന്ന്, ഇത് നെഗറ്റീവിൽ നിന്ന് ഇങ്ങനെയാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? പ്രവഹിക്കുന്നത്. ഇങ്ങനെയാണ് ഇലക്ട്രോൺ പോകുന്നത്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്, അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോൺ പ്രവഹിക്കുന്നത്. ഗാൽവനിക് സെല്ലിലെ വൈദ്യുത പ്രവാഹ ദിശ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് കാഥോഡ്. ഇനി വൈദ്യുതി പ്രവഹിക്കുന്നത്, ഇവിടെ ഇലക്ട്രോൺ പ്രവഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. എന്നാൽ വൈദ്യുതി പ്രവഹിക്കുന്നത് വോൾട്ടായി സെല്ലിലെ വോൾട്ട് മീറ്ററിലെ വൈദ്യുതി പ്രവഹിക്കുന്നത് എങ്ങനെയാണ്? തിരിച്ച് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്ത് പ്രവഹിക്കുന്നത്? വൈദ്യുതി പ്രവഹിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വൈദ്യുതി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നീങ്ങുന്നു എന്ന് വിശ്വസിക്കുകയും ഇതിനനുസരിച്ച് ധാരാളം നിയമങ്ങളും സമവാക്യങ്ങളും രൂപീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് എന്താണ്? തിരുത്തുന്നതിനുള്ള പ്രയാസം മൂലം ഇതിനെ പരിഗണിച്ചത് എങ്ങനെയാണ്? പരമ്പരാഗതമായ കറണ്ട് എന്നാണ് ഇതിനെ പറഞ്ഞത്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞത് എങ്ങനെയാണ്? വൈദ്യുതി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നീങ്ങുന്നു എന്നാണ് ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത്. ഇതനുസരിച്ച് ധാരാളം നിയമങ്ങളും സമവാക്യങ്ങളും രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് തിരുത്തുന്നതിനുള്ള പ്രയാസം മൂലം ഇതിനെ എങ്ങനെ പരിഗണിച്ചു? പരമ്പരാഗതമായ കറണ്ട് എന്നാണ് ഇതിനെ പരിഗണിച്ചത്. ഇലക്ട്രോൺ പ്രവാഹ ദിശയെ ഇലക്ട്രോൺ കറണ്ട് എന്ന രീതിയിൽ പരിഗണിക്കുകയും ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺ പ്രവാഹ ദിശ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, ഇവിടെ നിന്ന് നെഗറ്റീവ്, ഇവിടെ നിന്ന് പോസിറ്റീവിലേക്ക്, ഇങ്ങനെയാണ് ഇലക്ട്രോൺ പ്രവഹിക്കുന്നത്. ഇനി എന്താണ്? ഇലക്ട്രോൺ പ്രവാഹ ദിശയെ ഇലക്ട്രോൺ കറണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്തു? പരിഗണിച്ചു. സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ച സെല്ലിൽ കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സിങ്കും കോപ്പറും കൂടി ഉപയോഗിച്ച് നിർമ്മിച്ച സെല്ലിൽ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പറാണ്, ആനോഡ് എന്ന് പറയുന്നത് എന്തുമാണ്? സിങ്കുമാണ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സെല്ലിൽ ആനോഡ് ഏതാണ്? സിങ്കാണ്, കാഥോഡ് കോപ്പറാണ്. സിൽവറും കോപ്പറും തമ്മിൽ നിർമ്മിക്കുന്ന സെല്ലിൽ കാഥോഡായി പ്രവർത്തിക്കുന്നത് ആരാണ്? സിൽവറും കോപ്പറും ആണെങ്കിൽ അവിടെ കാഥോഡായി പ്രവർത്തിക്കുന്നത് സിൽവറാണ്. അപ്പോൾ സിൽവറും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സെല്ലിൽ കാഥോഡ് ഏതാണ്? സിൽവറാണ്. ആനോഡ് കോപ്പറുമാണ്. ഇനി ഇവിടെ സെല്ലും ആനോഡും കാഥോഡും തന്നിട്ടുണ്ട്, സെല്ലുകളെ തന്നിട്ടുണ്ട്, ഓരോ സെല്ലുകളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനമെന്ന് നോക്കാം. സിങ്കും കോപ്പറും തമ്മിലുള്ള സെല്ലിൽ ആനോഡ് എന്ന് പറയുന്നത് ആരാണ്? സിങ്കാണ്, കാഥോഡ് കോപ്പറാണ്. സിങ്കും സിൽവറും ആണെങ്കിലോ സിങ്ക് ആനോഡും സിൽവർ കാഥോഡുമാണ്. ഇനി കോപ്പറും സിൽവറും ആണെങ്കിലോ കോപ്പർ ആനോഡും സിൽവർ കാഥോഡുമാണ്.
വൈദ്യുത വിശ്ലേഷണ സെല്ലുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങൾ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ലഭിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കും. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഇലക്ട്രോലൈറ്റുകളിൽ എന്തുണ്ടാകുന്നു? രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ, അതാണ് ഇലക്ട്രോലൈറ്റുകൾ. ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ അവയുടെ ഉരുകിയ അവസ്ഥയിലും ലായനികളായിരിക്കുമ്പോഴും ഇലക്ട്രോലൈറ്റുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ആസിഡുകൾ, അതുപോലെ ആൽക്കലി, ലവണങ്ങൾ ഇവയൊക്കെ അവയുടെ ഉരുകിയ അവസ്ഥയിലും ലായനികളായിരിക്കുമ്പോഴും എങ്ങനെയാണ്? ഇലക്ട്രോലൈറ്റുകളാണ്. അപ്പോൾ ഈ അവസ്ഥയിലൊക്കെ ഇതെന്ത് ചെയ്യും? വൈദ്യുതി കടത്തിവിടും. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യുന്നു? രാസമാറ്റത്തിന് വിധേയമാകുന്നു. ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ്? വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം. ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണം എന്താണ്? ഇലക്ട്രോലൈറ്റുകളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന അയോണുകളാണ് ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണം. അപ്പോൾ ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണം എന്താണ്? ഇലക്ട്രോലൈറ്റുകളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന അയോണുകൾ മൂലമാണ് ഇലക്ട്രോലൈറ്റിൽ എന്തുണ്ടാകുന്നത്? വൈദ്യുത ചാലകതയുണ്ടാകുന്നത്. വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകിയത് ആരാണ്? മൈക്കൽ ഫാരഡെയാണ്. അപ്പോൾ വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകിയത് മൈക്കൽ ഫാരഡെയാണ്. ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ എന്തെന്ന് പറയും? ഇലക്ട്രോഡുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ. വൈദ്യുത വിശ്ലേഷണ വേളയിൽ ഒരു ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും അടുത്തതിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ അതിലെ ഇലക്ട്രോഡിനെ എന്ത് ചെയ്യുന്നു? വൈദ്യുതി കടത്തിവിടുന്ന ഇലക്ട്രോലൈറ്റാണ്, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ, അതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇലക്ട്രോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും ഒന്നിനെ അടുത്തതിനെ എന്ത് ചെയ്യുന്നു? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കും. പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നത് ആനോഡ്. ആനോഡിന് എന്ത് ചാർജ് എന്ന് നമ്മൾ പഠിച്ചു? ആനോഡിന് നെഗറ്റീവ് ചാർജാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ടെർമിനലുമായാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? കാഥോഡാണ്. അതിനെന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. നിരോക്സീകരണം അഥവാ റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏതാണ്? കാഥോഡ്. കാഥോഡിലാണ് നിരോക്സീകരണം സംഭവിക്കുന്നത്. ഓക്സീകരണം സംഭവിക്കുന്നത് ഏതിലാണ്? ആനോഡിനാണ് ഓക്സീകരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇനി വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സീകരണവും നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിരോക്സീകരണവും നടക്കുന്നു. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ എന്ത് നടക്കുന്നു? പോസിറ്റീവ് ഇലക്ട്രോഡിലാണ് ഓക്സീകരണം നടക്കുന്നത്. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ സെല്ല് എടുക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവിലാണ് എന്ത് നടക്കുന്നത്? ഓക്സീകരണം നടക്കുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡിൽ എന്ത് നടക്കുന്നു? നിരോക്സീകരണം നടക്കുന്നു. സാധാരണ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നിരോക്സീകരണം അഥവാ റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് ചോദിച്ചാൽ അത് കാഥോഡും, ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ചോദിച്ചാൽ അത് ആനോഡുമാണ്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ എന്ത് നടക്കും? ഓക്സീകരണം നടക്കും. നെഗറ്റീവ് ഇലക്ട്രോഡിൽ എന്ത് നടക്കും? നിരോക്സീകരണവും നടക്കും. അടുത്ത് നമ്മൾ ഗാൽവനിക് സെല്ല്, അതിലെ ആനോഡ്, കാഥോഡ് ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗാൽവനിക് സെല്ലിൽ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ് ആനോഡ്.
കാഥോഡ് പോസിറ്റീവാണ്. അപ്പോൾ ഗാൽവനിക് സെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗാൽവനിക് സെല്ലിൽ ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണുള്ളത്. ഇനി വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ എടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. എന്താണ്? ആനോഡിന് പോസിറ്റീവ് ചാർജും കാഥോഡിന് നെഗറ്റീവ് ചാർജുമാണുള്ളത്. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ സെല്ലും ഗാൽവാനിക് സെല്ലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണുകൾ ആകർഷിക്കപ്പെടുന്ന ഇലക്ട്രോഡ് ഏതാണ്? വൈദ്യുത വിശ്ലേഷണത്തിലെ പോസിറ്റീവ് അയോണുകൾ ആകർഷിക്കപ്പെടുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. വൈദ്യുത വിശ്ലേഷണത്തിൽ കാഥോഡാണ് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് അയോണുകൾ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇനി കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് സംഭവിക്കുന്ന മാറ്റം എന്താണ്? വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് അയോണുകൾ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടും. കാഥോഡിലേക്ക് ആകർഷിക്കുന്ന അയോണുകൾക്ക് സംഭവിക്കുന്ന എന്താണ്? അയോണുകൾക്ക് നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് എന്ത് സംഭവിക്കും? നിരോക്സീകരണം സംഭവിക്കും. എവിടെയാണ്? വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ. വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ നെഗറ്റീവ് അയോണുകൾ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടും. ആനോഡിൽ ആകർഷിക്കുന്ന അയോണുകൾക്ക് എന്ത് സംഭവിക്കും? ഓക്സീകരണമാണ് സംഭവിക്കുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റയോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെയാണ് കാറ്റയോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റയോണുകൾ ഏതിലാണ് കാണപ്പെടുന്നത്? കാഥോഡിലാണ് കാണപ്പെടുന്നത്. നെഗറ്റീവ് ഇലക്ട്രോണാണ് കാഥോഡ്. കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് ഏത്? കാറ്റയോണുകൾ. അപ്പോൾ കാറ്റയോണുകളുടെ ചാർജ് ചോദിച്ചാൽ എന്താണ്? പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ. അപ്പോൾ ആനയോണുകൾക്ക് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ആനയോണുകൾ ആകർഷിക്കപ്പെടുന്നത് ആനോഡിലാണ്. ആനോഡിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജുമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? ആനോഡിന് പോസിറ്റീവ് ചാർജ്, കാഥോഡിന് നെഗറ്റീവ് ചാർജ്. ഇവിടെ എന്താണ്? ഇലക്ട്രോലൈറ്റ്. അതുപോലെ അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും എന്ന് പറയുന്നത്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് വൈദ്യുതവാഹി അല്ലാത്തതിന് കാരണം എന്താണ്? ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് വൈദ്യുതത്തെ കടത്തിവിടുന്നില്ല. അതിന് കാരണം അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാണ്. അവിടുത്തെ അയോണുകൾക്ക് എന്തില്ല? ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡിന് എന്തില്ല? ആ അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ല. ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിന് കാരണം, അപ്പോൾ ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡിൽ വൈദ്യുതി കടന്നു പോകത്തില്ല. അത് കാരണം അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ എന്ത് കടന്നു പോകുന്നു? വൈദ്യുതി കടന്നു പോകുന്നു. അതിന് കാരണം എന്താണ്? സോഡിയം ക്ലോറൈഡ് ഉരുകുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണുകളും നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോണുകളും ചലന സ്വാതന്ത്ര്യം കൈവരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ എന്ത് കടന്നു പോകുന്നത്? വൈദ്യുതി കടന്നു പോകുന്നത്. ഉരുകിയ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ ഏതാണ്? അപ്പോൾ ഉരുകിയ സോഡിയം ക്ലോറൈഡ് വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം എന്താണ്? പോസിറ്റീവ് ഇലക്ട്രോഡുകളെ നെഗറ്റീവ് അയോണുകൾ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇവിടെ എന്തായിരിക്കും? ക്ലോറിനായിരിക്കും. ക്ലോറിനാണ്. നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്താണ്? അത് സോഡിയമാണ്. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. അടുത്ത് Na+, Cl- H3O+, OH- H2O എന്നിവ സോഡിയം ക്ലോറൈഡ് ലായനിയിൽ അടങ്ങിയിരിക്കുന്നുവെങ്കിൽ
പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, അതായത് ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇവയിൽ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നെഗറ്റീവ് അയോണുകളാണ്. അപ്പോൾ ഇതിവിടെ ഏതൊക്കെയായിരിക്കും? Cl മൈനസും OH മൈനസുമാണ് ഏതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് അഥവാ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നവ ഏതൊക്കെയാണ്? Na+, H3O+, H2O എന്നിവ. Na+, H3O+മാണ് ഏതിലേക്ക്? നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. Na+, H3O+ അയോണുകളെ അപേക്ഷിച്ച് H2Oക്ക് നിരോക്സീകരണ പ്രവണത കൂടുതലായതിനാൽ കാഥോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നത് എന്താണ്? H2 ആണ്. അപ്പോൾ ഈ Na+, H3O+ അയോണുകളെ അപേക്ഷിച്ച് H2Oക്ക് എന്താണ്? നിരോക്സീകരണ പ്രവണത കൂടുതലാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? കാഥോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നത് എന്താണ്? അവിടെ H2 ആണ് കാഥോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നത്. Cl OH- അയോണുകളുമായി ജലം താരതമ്യം ചെയ്യുമ്പോൾ Cl- ഓക്സീകരണ പ്രവണത കൂടുതലായതിനാൽ ആനോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകം ഏതാണ്? അത് ക്ലോറിനാണ്. അപ്പോൾ കാഥോഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്? ഹൈഡ്രജനും. ആനോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നത് ഏതുമാണ്? ക്ലോറിനുമാണ്. കാരണം എന്താണ്? Cl- OH- അയോണുകളുമായി ജലം താരതമ്യം ചെയ്യുമ്പോൾ Cl- എന്ത് കൂടുതലാണ്? ഓക്സീകരണ പ്രവണത കൂടുതലായതിനാൽ അവിടെ എന്ത് ചെയ്യുന്നു? ആനോഡിൽ ക്ലോറിൻ വാതകം സ്വതന്ത്രമാക്കപ്പെടുന്നു. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ ഫലമായി ലായനിയിൽ ലഭിക്കുന്നത് എന്താണ്? അമോണിയയാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ ഫലമായിട്ട് എന്ത് ലഭിക്കുന്നു? അപ്പോൾ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ ഫലമായി ലായനിയിൽ ലഭിക്കുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? കാസ്റ്റിക് സോഡ എന്നാണ് അറിയപ്പെടുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ രാസനാമം എന്താണ്? അതിനെ അറിയപ്പെടുന്നത് കാസ്റ്റിക് സോഡയാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ ഫലമായി ലായനിയിൽ ലഭിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ രാസനാമം എന്താണ്? രാസനാമം എന്ന് പറയുന്നത് കാസ്റ്റിക് സോഡ എന്നാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്നത്. വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ലോഹങ്ങളുടെ നിർമ്മാണത്തിന് വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നു. ലോഹങ്ങളുടെ നിർമ്മാണം, അതായത് പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലൂമിനിയം എന്നീ ലോഹങ്ങളുടെ നിർമ്മാണത്തിന് വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്തുന്നു. ഏതൊക്കെയാണ്? പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലൂമിനിയം എന്നീ ലോഹങ്ങളുടെ നിർമ്മാണത്തിന് എന്താണ്? വൈദ്യുത വിശ്ലേഷണം ഫലപ്പെടുത്തുന്നു. അതുപോലെ അലോഹങ്ങളുടെ നിർമ്മാണത്തിന് ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ മുതലായവയുടെ നിർമ്മാണത്തിന് ഈ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടാണ് അലോഹ നിർമ്മാണവും ഉണ്ടാകുന്നത്. അതായത് ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ മുതലായ അലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്നു. സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് സോഡിയം ഹൈഡ്രോക്സൈഡ്, അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പിന്നെന്താണ് തുടങ്ങിയ സംയുക്തങ്ങൾ നിർമ്മിക്കുന്നത് എന്താണ്? വൈദ്യുത വിശ്ലേഷണ ഫലമായിട്ടാണ്. ലോഹശുദ്ധീകരണം, കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു? അല്ലെങ്കിൽ ഏതിൻ്റെ ഫലമായിട്ടാണ് നടക്കുന്നത്? വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഫലം എന്തൊക്കെയാണ്? ലോഹങ്ങളുടെ നിർമ്മാണം, സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന്, ലോഹശുദ്ധീകരണത്തിന് ഒക്കെ ഫലമായിട്ടുണ്ട്? നമ്മുടെ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുള്ളതാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ചാണ്. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിക്കാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത്
ഇലക്ട്രോപ്ലേറ്റിംഗ് രണ്ട് പ്രധാന ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ രണ്ട് പ്രധാന ഉപയോഗങ്ങൾ, ഒന്ന് ലോഹത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുക, അതുപോലെ ലോഹനാശം തടയുക. ഇത് രണ്ടുമാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലോഹത്തിൻ്റെ ഭംഗി വർദ്ധിക്കുക, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നത്. അതുപോലെ ലോഹനാശം തടയുക. ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രക്രിയയിൽ ആവരണം ചെയ്യേണ്ട വസ്തു വൃത്തിയാക്കിയ ശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും പൂശേണ്ട ലോഹം പോസിറ്റീവ് ടെർമിനലിനോടും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ആവരണം ചെയ്യേണ്ട വസ്തുവിനെ നമ്മൾ വൃത്തിയാക്കിയിട്ട് എവിടെയാണ്? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോടും പൂശേണ്ട ലോഹത്തെ പോസിറ്റീവ് ടെർമിനലിനോടുമാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ആവരണം ചെയ്യേണ്ടത് ഏതാണ്? അതിനെ നമ്മൾ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യും? നെഗറ്റീവിൽ. ഇനി എന്താണോ പൂശേണ്ടത്, ഏത് ലോഹമാണ് പൂശേണ്ടത്, അതിനെ പോസിറ്റീവ് ടെർമിനലിനോടും ബന്ധിപ്പിക്കുന്നു. ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലവണലായനി ഉപയോഗിക്കുന്നത് ഇലക്ട്രോലൈറ്റായിട്ടാണ്. അപ്പോൾ ഇനി ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിൻ്റെ ലവണലായനിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നു. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന വിധം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന വൈദ്യുത ലേപന പ്രക്രിയയിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹമാണ് ഇരുമ്പ് വള. അപ്പോൾ ഇരുമ്പ് വളയിലാണല്ലോ ആവരണം ചെയ്യേണ്ട വസ്തുവിനെയാണ് നമ്മൾ എന്തിൽ? നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നത്. ഇനി ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹം എന്താണ്? കോപ്പർ തകിട്. അടുത്തെന്താണ്? വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ലായനി ഇവിടെ ഏതാണ്? കോപ്പർ സൾഫേറ്റ് ലായനിയാണ് നമ്മൾ വൈദ്യുത വിശ്ലേഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ലായനിയിലുള്ള കോപ്പർ അയോണുകൾ എന്തായി മാറുന്നു? Cu2+ അയോണുകൾ Cu ആറ്റങ്ങളായി നിക്ഷേപിക്കപ്പെടുന്നത് ഈ ഇരുമ്പ് വേളയിലാണ്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ലായനിയിലുള്ള Cu2+ അയോണുകൾ എന്തായി മാറും? Cu ആറ്റങ്ങളായിട്ട് നിക്ഷേപിക്കപ്പെടും. അടുത്ത് ഇനി നമ്മളിവിടെ ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം, അതുപോലെ ഇലക്ട്രോലൈറ്റ്, അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. വെള്ളിയാണ് ആവരണം ചെയ്യപ്പെടേണ്ടതെങ്കിൽ അതിനായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഒന്നുകിൽ നമ്മൾ സിൽവർ നൈട്രേറ്റ് ലായനി, സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് ലായനി ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം വെള്ളിയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? സിൽവർ നൈട്രേറ്റ് ലായനിയോ അല്ലെങ്കിൽ സോഡിയം സയനൈഡിൻ്റെയും സിൽവർ സയനൈഡിൻ്റെയും മിശ്രിതം ചേർന്ന ലായനിയോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി സ്വർണ്ണമാണ് ലോഹ ആവരണം ചെയ്യപ്പെടേണ്ടതെങ്കിൽ, സ്വർണ്ണമാണ് പൂശേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് ലായനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വർണ്ണത്തിനാണെങ്കിൽ സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡും ലായനിയും, വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ സിൽവർ നൈട്രേറ്റ് ലായനി അല്ലെങ്കിൽ നമ്മൾ എന്താണ്? സോഡിയം സയനൈഡിൻ്റെയും സിൽവർ സയനൈഡിൻ്റെയും ലായനിയാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണോ ആ ലോഹത്തിൻ്റെ ലവണ ലായനി ഉപയോഗിക്കുന്നത് ഇലക്ട്രോലൈറ്റായാണ്. അപ്പോൾ നമ്മൾ വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ അവിടെ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണോ ആ ലോഹത്തിൻ്റെ ലവണ ലായനി എന്ത് ചെയ്യുന്നു? ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നു. വൈദ്യുത ലേപനത്തിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? വൈദ്യുത ലേപനത്തിന് ഉദാഹരണമാണ് സ്വർണം പൂശിയ ആഭരണങ്ങൾ, ക്രോമിയം പൂശിയ ഇരുമ്പ് കൈപ്പിടികൾ, അതുപോലെ വെള്ളി പൂശിയ പാത്രങ്ങൾ. ഇവയൊക്കെ വൈദ്യുത ലേപനത്തിന് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? സ്വർണം പൂശിയ ആഭരണങ്ങൾ, ക്രോമിയം പൂശിയ ഇരുമ്പ് കൈപ്പിടികൾ, വെള്ളി പൂശിയ പാത്രങ്ങളൊക്കെ ഏതിനുദാഹരണമാണ്? നമ്മുടെ വൈദ്യുത ലേപനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നതിന് സഹായകമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഇടുക. എന്തെങ്കിലും
പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക. അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണെങ്കിൽ അത് കൃത്യമായും പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമാണ് നമുക്ക് ആവശ്യമുള്ള സഹായങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.